അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരു പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി. പരീക്ഷാ സമയം 10 മണി മുതൽ 12 മണി വരെയാണ്. അങ്ങനെ ശാന്തമായി ആ വിദ്യാർത്ഥി ഇങ്ങനെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ പരീക്ഷ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകൻ ആ വിദ്യാർത്ഥിക്ക് നേരെ ഒരൊറ്റ ആക്രോശം: നിർത്തടോ നിന്റെ പരീക്ഷ, സമയം കഴിഞ്ഞത് നീ അറിഞ്ഞില്ലേ? ഇങ്ങനെ ആ അധ്യാപകൻ ഇടപെട്ടാൽ, പെരുമാറിയാൽ ആ അധ്യാപകന്റെ ചെയ്തിയെ ആർക്കെങ്കിലും ന്യായീകരിക്കാൻ കഴിയുമോ? ഇല്ല. എല്ലാവരും അയാൾക്ക് എതിരായിരിക്കും. കാരണം ഇടപെടുമ്പോൾ അതിന് ഒരു മര്യാദ വേണം. സമയം കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു നിയമം തന്നെയാണ്. പക്ഷേ ആ വിദ്യാർത്ഥിയോട് മാന്യമായി പറയാമായിരുന്നു, മാന്യമായി ആ അധ്യാപകന് ഇടപെടാമായിരുന്നു. ഒരു 11:55 ആകുമ്പോൾ വേണമെങ്കിൽ ആ അധ്യാപകൻ ആ കുട്ടിയെ വാൺ ചെയ്യാം, മോനെ ഇനി 5 മിനിറ്റേ ബാക്കിയുള്ളൂ എന്ന് പറയാം. ഇനി അതല്ല, 12 മണി ആയാൽ തന്നെ, സമയം കഴിഞ്ഞാൽ തന്നെ അധ്യാപകന് പറയാം, മോനെ സമയം കഴിഞ്ഞു, ആ പരീക്ഷാ പേപ്പറും എടുക്കൂ എന്ന് പറഞ്ഞ് മാന്യമായി ആ കുട്ടിയോട് പെരുമാറാം. പക്ഷേ അതിനു പകരം വളരെ മോശമായ ശൈലിയിലാണ് ആ അധ്യാപകൻ ഇടപെട്ടത്. അത് ആ അധ്യാപകന്റെ തന്നെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാവരും അയാൾക്ക് എതിരുമായിരിക്കും. എന്തിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്? ഈ ഒരു സംഭവത്തിന് സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ഞായറാഴ്ച പെരിന്തൽമണ്ണയിൽ വെച്ച് സംഭവിക്കുകയുണ്ടായി. അതായത്, നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും, വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിച്ച വിദ്യാർത്ഥി സമ്മേളനം മഹത്തായൊരു വിദ്യാർത്ഥി സമ്മേളനമായിരുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പങ്കെടുത്തു. വളരെ ശാന്തമായ നിലക്ക്, ഒരു പ്രകോപനവുമില്ലാതെ വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകുന്ന ഒരു മഹത്തായ സമ്മേളനം. നമുക്കറിയാം, നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥി സമൂഹം വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലഹരി എന്ന തിന്മ ഇന്ന് സമൂഹത്തിന് വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട തിന്മകളും തോന്നിവാസങ്ങളും അരുങ്കൊലകളും നമ്മുടെ സമൂഹത്തിൽ നിത്യേന നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നിയമപാലകർക്കും ഭരണകൂടത്തിനും സമൂഹത്തിനും എല്ലാവർക്കും ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കൊലകളും ലഹരിയും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളും അശ്ലീലതകളും എല്ലാം. അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് ആവശ്യമായ ദിശാബോധം നൽകുന്ന, എല്ലാ നിലക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട മഹത്തായൊരു പരിപാടി നടക്കുകയാണ്. ഞാൻ കൂട്ടത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കണം. അപ്പോൾ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബേസിൽ നിന്നുകൊണ്ട് അവരുടെ കൂട്ടത്തിലുള്ള വിദ്യാർത്ഥി സമൂഹത്തെ സമുദ്ധരിക്കണം. ക്രൈസ്തവരും അവരുടെ മതവിശ്വാസം അനുസരിച്ച് അതിൽ അധിഷ്ഠിതമായ നിലക്ക് സംസ്കരിച്ചെടുക്കാൻ ശ്രമിക്കണം. മുസ്ലിമീങ്ങൾ അതാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും നൽകുന്ന സന്ദേശങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിന് പകർന്നു നൽകി അവരെ ലഹരിയിൽ നിന്നും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന തിന്മകളിൽ നിന്നുമൊക്കെ സംസ്കരിച്ചെടുക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് ആ വിഷയത്തിൽ കോൺഫിഡൻ്റ് ഉണ്ട്. കാരണം കൃത്യമായ ഒരു മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാവരും ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ എല്ലാ നിലക്കും നിയമപാലകരും മറ്റുള്ള ആളുകളും ഒക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമായ ഒരു പ്രോഗ്രാം നടക്കുന്ന, ശാന്തമായ ഒരു പ്രകോപനമോ ഒരാളെയും ഒരു നിലക്കും അതിൽ പരാമർശിക്കാത്ത ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രോഗ്രാമിൻ്റെ സദസ്സിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെൺകുട്ടികൾക്കിടയിലൂടെയൊക്കെ ഇങ്ങനെ അലറി വിളിച്ച് സ്റ്റേജിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രഭാഷകനെതിരെ ആക്രോശിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുകയുണ്ടായി. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളൊക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റവും ഇടപെടലും അദ്ദേഹത്തിൻ്റെ ആ സംസ്കാരവും ഒക്കെ കാണുകയുണ്ടായി. എന്താണ് കാരണം? 10 മണിക്ക് അവസാനിക്കേണ്ട പ്രോഗ്രാം ഒരു 10:06 വരെ ആയി. 6 മിനിറ്റ് വൈകി. അപ്പൊ സംഘാടകർ പറഞ്ഞു, 3 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഉപസംഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അവസാനിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ 6 മിനിറ്റ് വൈകി എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ നിലക്ക് പെരുമാറിയത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പരീക്ഷയുടെ സമയം കഴിഞ്ഞു എന്നതൊരു നിയമം തന്നെയാണ്. ഇതുപോലെ ഇവിടെ പ്രോഗ്രാമിന്റെ സമയം 10 മണി, അത് അവസാനിച്ചു എന്ന നിയമം എല്ലാവരും പാലിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ ഇടപെടുന്ന വിഷയത്തിൽ ഒരു മര്യാദ വേണ്ടേ? ഒരു മര്യാദക്ക് സംസാരിക്കണ്ടേ? വേണമെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു 9:50 ആകുമ്പോൾ 55 ആകുമ്പോൾ സംഘാടകർക്ക് വാൺ ചെയ്യാമായിരുന്നു, ഞാൻ 5 മിനിറ്റോളം നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയാമായിരുന്നു മാന്യമായ നിലക്ക്. ഇനി സമയം കഴിഞ്ഞാൽ തന്നെ അവിടെ സംഘാടകരില്ലേ, അവരെ വിളിച്ച് മാന്യമായി പറയാം, നിങ്ങളെ
പരിപാടിയുടെ സമയം അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ സമയം അവസാനിച്ചിട്ടുണ്ട്, ഉടനെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനിപ്പിക്കും. കാരണം ഇവിടെ ആരും നിയമം ലംഘിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അപ്പൊ അതൊക്കെ മാന്യമായ നിലക്ക് കൈകാര്യം ചെയ്യുകയും ഇടപെടുകയും ചെയ്യാമായിരുന്നു. പക്ഷേ അതിനു പകരമാണ് ശാന്തമായി നടക്കുന്ന, അതും വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രസന്റ് ചെയ്യുമ്പോൾ അവിടേക്ക് കടന്നു ചെന്ന്, ഒരു വേദിയിലേക്കൊക്കെ കടന്നു ചെന്ന് ആ പരിപാടി അലങ്കോലപ്പെടുത്തുന്ന നിലക്ക് ആക്രോശിച്ച് അട്ടഹസിച്ച് ആരാണ് സംസാരിക്കുന്നത്? നിയമപാലകർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ. മാത്രവുമല്ല പല്ലിളിച്ച് കാണിച്ചു കൊടുക്കുക. എന്തൊരു അപമര്യാദയാണിത്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. ആരെങ്കിലും ആ പോലീസ് ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കുമോ? ന്യായീകരിക്കാൻ കഴിയില്ല. അയാൾ ഇടപെട്ട രീതി ഒരിക്കലും ശരിയല്ല, പ്രതിഷേധാർഹമാണത്. അധ്യാപകൻ ഇടപെട്ടതുപോലെ. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വികാരങ്ങൾ, അദ്ദേഹത്തിനെതിരെ പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നിയമപാലകർ, പോലീസുകാർ ഇനി എപ്പോഴാണ് മര്യാദയായി പെരുമാറുക? എപ്പോഴാണ് മനുഷ്യരോട് നല്ല നിലക്ക് പെരുമാറാൻ ഇവരൊക്കെ പഠിക്കുക? സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇയാളെപ്പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് വല്ല ഡി അഡിക്ഷൻ സെന്ററിലേക്കൊക്കെ അയക്കേണ്ടത്. അല്ല, കാര്യമായിട്ട് പറയാൻ. അല്ലെങ്കിൽ ഇത്തരം പോലീസുകാർക്ക് സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കാൻ വല്ല ദുർഗുണ പാഠശാലകളും ഉണ്ടെങ്കിൽ അവിടേക്ക് വരെ പറഞ്ഞയക്കണം. അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ പോലീസുകാരിൽ പലരും, എല്ലാവരെയും ഞാൻ അധിക്ഷേപിക്കുന്നില്ല, പലരുടെയും പെരുമാറ്റം, ആരുടെയൊക്കെ കൊട്ടേഷൻ സംഘങ്ങളെ പോലെയാണ് ഇത്തരം പോലീസുകാർ പെരുമാറുന്നത്. ആരോ ഇവരൊക്കെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച പോലെ, കൊട്ടേഷൻ കൊടുത്ത് പറഞ്ഞയച്ചതുപോലെയുള്ള സംസാരങ്ങളും ശൈലികളുമാണ് ഇത്തരം. ഇവരാണോ നിയമപാലകർ? ഒരു നിയമപാലകർ, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമത്തിന്റെ കാവലാൾ, അതല്ലെങ്കിൽ നിയമം പരിരക്ഷിക്കുന്ന ആളുകൾ, അവർ കാണിക്കേണ്ട മര്യാദ ഉണ്ട്. അപ്പൊ നമ്മുടെ പോലീസുകാർ ഇനിയും സ്വഭാവവും മര്യാദയും പഠിക്കേണ്ടതുണ്ട്. ഇത്തരക്കാരെ ഈ നിലക്കുള്ള വല്ല ദുർഗുണ പാഠശാലകളിലേക്ക് അയക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതിന് സംവിധാനം ഒരുക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ ആവശ്യപ്പെടുകയാണ്.